നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും ഹൃദയം നിറഞ്ഞ പൊന്നോണ ആശംസകളോടുകൂടി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ പറവൂർ മുതൽ കൊറ്റുകുളങ്ങര വരെയുള്ള റീച്ചിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലത്തായിട്ടാണുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് പുറക്കാട് ഭാഗത്തായിട്ടാണുള്ളത്. നമ്മൾ പുറക്കാട് ഭാഗത്ത് നിന്ന് നേരെ അമ്പലപ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ ഇപ്പം ഇടതുഭാഗത്ത് കുറച്ചും കൂടെ സ്ഥലത്തെ അവർ ടാറിങ് വർക്കുകൾ ഫിനിഷായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പം 37.5 കിലോമീറ്ററാണ് ഈ ഒരു റീച്ചിൽ, ഞാനിപ്പോൾ ഈ പറഞ്ഞ പറവൂർ മുതൽ കൊറ്റുകുളങ്ങര വരെയുള്ള റീച്ചിൻ്റെ ലെങ്ത് എടുക്കുകയാണെങ്കിൽ 37.5 കിലോമീറ്ററാണ്. അത് 3175.85 കോടി രൂപയ്ക്കാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതുവരെ നമുക്ക് അവസാനം കിട്ടിയ റിപ്പോർട്ട് പ്രകാരം 37.6% വർക്കുകളാണ് ഫിനിഷായിട്ടുള്ളൂ. വിശ്വസമുദ്ര കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ തീർക്കേണ്ട ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു റീച്ചിലെ കാലാവധി അവസാനിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30/6/2025 ഇവരുടെ കാലാവധി അവസാനിക്കുന്നത്. അതിന് മുമ്പേ വർക്ക് ഫിനിഷാക്കി കൊടുക്കണം. നമ്മളിപ്പം നേരെ തോട്ടപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ ദൃശ്യങ്ങളാണ് കാണുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പുറക്കാട് ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പം ഒരു പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അണ്ടർപാസിൻ്റെ നിർമ്മാണം പകുതിയോളം അവിടെ കഴിഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ വീഡിയോയിലും കാണിച്ചിട്ടുള്ളതാണ്. അപ്പം ബാക്കി പകുതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്കിപ്പം കാണാൻ പറ്റും. അവിടെ കുറേ കമ്പികളൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടിട്ടുണ്ട്. രണ്ട് സൈഡിൽ കൂടിയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തു കൂടി അവരിപ്പം കുറച്ച് ഭാഗം ഒരു ടാർ ചെയ്തിട്ട് അതുവഴിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പണി ഇപ്പം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം എല്ലാ റീച്ചിലും ഏകദേശം ഒരു 10-15% കഴിഞ്ഞ മാസങ്ങളിൽക്കായി കുറച്ചുകൂടെ വർക്ക് പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല പ്ലെയിൻ സിമെൻറ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ മണ്ണൊക്കെ നീക്കം ചെയ്തിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറക്കാട് അന്നേരം പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പം പണി ഏകദേശം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പുറക്കാട് കഴിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നേരെ തോട്ടപ്പള്ളി ഭാഗത്തോട്ട് വരുമ്പോൾ ഉള്ള പുത്തനട ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇപ്പം നമ്മൾ പുറക്കാട് ഭാഗത്തോട്ട് പോകുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇടതു ഭാഗത്തായിട്ട് തന്നെ കുറച്ച് ബോക്സ് കൾവെട്ട് ഈ ഒരു ഭാഗത്തായിട്ട് മണ്ണ് നീക്കം ചെയ്തിട്ട് അടുക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പണി കുറച്ച് ഫിനിഷായിട്ടുണ്ട്. വലതുഭാഗത്ത് ബോക്സ് കൾവെട്ട് നേരത്തെ തന്നെ അവർ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടാറിങ് വർക്കുകൾ കഴിഞ്ഞാണ്. നമ്മളിപ്പോൾ നേരെ ഇനി തോട്ടപ്പള്ളി ഭാഗത്തോട്ട് പോകുമ്പോൾ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ വലതുഭാഗത്ത് കുറച്ചും കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ടാറിങ് വർക്കുകൾ ഫിനിഷായിട്ടുണ്ട്. പിന്നെ നേരത്തെ ടാറിങ് കഴിഞ്ഞതാണ്. നമുക്കിപ്പം ഇടത്തെ സൈഡിലൊക്കെ ആയിട്ടുള്ള സർവീസ് റോഡിൻ്റെ പണിയും പിന്നെ ഇപ്പോൾ വാഹനങ്ങളൊക്കെ കടന്നു പോകുന്നതൊക്കെ ആ റോഡ് ആറുവരിപ്പാതയുടെ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നാളിന് മുമ്പേ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞാണ്. ഇനിയിപ്പം കൂടുതൽ വർക്ക് ഫിനിഷ് ആവണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പലപ്പുഴയിൽ നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്തോട്ട് വരുമ്പം വലതുഭാഗത്തായിട്ടുള്ള ടാറിങ് വർക്കുകളാണ്, അടുത്ത 3 വരിക്കുള്ള ടാറിങ് വർക്കുകളാണ് ഇവിടെ ഫിനിഷ് ആവാനുള്ളത്. വലതു ഭാഗത്തൊക്കെയുള്ള സർവീസ് റോഡിൻ്റെയൊക്കെ പണി ഏകദേശമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അത്യാവശ്യം എല്ലായിടത്തും സ്ലോവിലായിട്ട് തന്നെയാണ് വർക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വയനാട്ട് പ്രകൃതി ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ ജിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പം മണ്ണെടുക്കുന്നതിന് അനുമതി കൊടുക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് സ്ലോവിലായിട്ടാണ് വർക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലത്തൊക്കെ ശിവാലയ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കായലിൽ നിന്ന് ഡ്രഡ്ജ് ചെയ്ത് മണ്ണ് കൊണ്ടുവന്ന് അവിടെയൊക്കെ കൊണ്ടുവന്ന് അടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമുക്കിപ്പം ഈ മണ്ണ് കിഴക്കൻ നാട്ടിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരുന്നത് ഇപ്പം കുറച്ച് പെൻഡിങ്ങിലായിട്ടിരിക്കുകയാണ്. ആ ഒരു കാരണം കൊണ്ട് തന്നെ വർക്കൊക്കെ കുറച്ച് സ്ലോവിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ വാർത്തയ്ക്കകത്തൊക്കെ അറിഞ്ഞ കാര്യമാണ്. നമ്മളിപ്പോൾ പുത്തനട ക്ഷേത്രം കഴിഞ്ഞ് മുമ്പോട്ട് വരുമ്പോൾ കണ്ട് ഇവിടെ വരെയാണ് അവർ സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണി കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ കാണാൻ പറ്റും കുറച്ചും കൂടെയൊക്കെ പണി പുരോഗമിക്കാനുണ്ട്. നമ്മളിനി നേരെ വരുന്നത് തോട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത്. തോട്ടപ്പള്ളി പാലത്തിൻ്റെ കഴിഞ്ഞ വീഡിയോയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അടുത്തായിട്ടാണ് പൈലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അതിൽ കൂടുതൽ ഭാഗത്തായിട്ട് തന്നെ പൈലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫ്ലോട്ടിംഗ് രീതിയിലുള്ള പൈലിംഗ് വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശമൊക്കെ തീരാറായിട്ടുണ്ട്. പൈലിംഗ് വർക്കുകളൊക്കെ തീരാറായിട്ടുണ്ട്. നമ്മൾ പിന്നെ കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്ത് നമുക്ക് കാണാൻ പറ്റും ഒരു 2-3 അടുത്തായിട്ട് തന്നെ പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം പൈലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ വീഡിയോ എടുത്തത് തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ എടുത്ത വീഡിയോ ആണ്. അപ്പം അധികം ജോലിക്കാരെയും കണ്ടില്ല. കുറേയൊക്കെ എനിക്ക് തോന്നിക്കുന്നത് അവർക്കും അവധി കൊടുത്തിട്ടുണ്ടായിരിക്കാം. നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്കിലും എൻജിനീയർമാരൊക്കെ കൂടുതലും മലയാളികളെയും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അവധിയെടുത്ത കാരണം കൊണ്ട് തന്നെ ചിലപ്പം കൂടുതൽ അവധി കൊടുത്തിട്ടുണ്ടായിരിക്കാം. കൂടുതൽ ആൾക്കാർക്കും അവധി കൊടുത്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. നമ്മൾ ഏകദേശം ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ വന്നത്. അപ്പം തോട്ടപ്പള്ളി പാലത്തിൻ്റെ പുതിയ അപ്ഡേറ്റ് അതാണ്. നമ്മൾ പാലം കഴിഞ്ഞ് പിന്നെ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് വലതുഭാഗത്തായിട്ട് തന്നെ
ഗർഡറുകളുടെ നിർമ്മാണം കുറച്ചും കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് പൂർത്തിയായിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ അടുത്ത പാലത്തിൻ്റെ 2 സൈഡിലുമായിട്ടുള്ള പൈലിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞേച്ച് ആ ഒരു ഭിത്തിയുടെ നിർമ്മാണം, പിയറിൻ്റെ നിർമ്മാണം ആ ഒരു ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലും അതേപോലെ തന്നെ കുറച്ചും കൂടെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഒരു തൂണിൻ്റെ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്ലോപ്പിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലത്തേ സൈഡിൽ കുറച്ച് ഹൈറ്റിൽ ആയിട്ടായിരിക്കും ചെയ്തിരിക്കുന്നത്. ഇടത്തേ സൈഡിലായിട്ട് ആ ഒരു തൂണിൻ്റെ ഇടത് ഭാഗത്ത് കുറച്ച് താഴ്ചയിലായിരിക്കും. അപ്പം റോഡ് ചരിഞ്ഞായിരിക്കും പോകുന്നത്. ആ ഒരു കാരണം കൊണ്ട് തന്നെ വലത് ഭാഗത്ത് കുറച്ച് ഹൈറ്റിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ഭാഗത്തെ ആണ് തോട്ടപ്പള്ളിയിലെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മളിനി നേരെ വരുന്നത് ഹരിപ്പാട് ഭാഗത്തായിട്ടാണ് വരുന്നത്. ഹരിപ്പാട് ഭാഗത്തായിട്ട് എത്തുമ്പം വലിയ പണിയൊന്നും പുരോഗമിച്ചിട്ടില്ല. ഞാനിവിടുത്തെ വീഡിയോ എടുക്കണ്ടെന്ന് കരുതിയതാണ്. പിന്നെ നമ്മൾ ഇത്രയൊക്കെ കാണിച്ച് കഴിയുമ്പം ഹരിപ്പാടുള്ള പ്രവാസി സുഹൃത്തുക്കൾ പറയും എന്താ ഹരിപ്പാട് കാണിക്കാമെന്ന് ചോദിക്കും. ഹരിപ്പാട് ഭാഗത്ത് പുതിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേരത്തെ പൈലിംഗ് ചെയ്തിരുന്ന ഭാഗത്തായിട്ട് തന്നെ വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പം മണ്ണ് നീക്കം ചെയ്തിട്ട് ആ പൈലിങ്ങുകൾ പൊട്ടിച്ചിട്ട് പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടം തുടങ്ങിയിട്ടുണ്ട്, മണ്ണ് നീക്കം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതാണ് നമുക്ക് ഹരിപ്പാട് ഭാഗത്തെ പുതിയ അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത്. ഹരിപ്പാട് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ ഇച്ചിരി കൂടെ മുമ്പോട്ട് പോകുമ്പോൾ RK ജംഗ്ഷനിൽ കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട്. അതിപ്പം നമുക്കിപ്പോൾ വഴിയെ കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഹരിപ്പാട് ഭാഗത്തുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത്. നമ്മളിനി ഹരിപ്പാട് നിന്ന് നേരെ തിരിഞ്ഞ് RK ജംഗ്ഷൻ ഭാഗത്തോട്ട് പോവുകയാണ്. അപ്പം RK ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് പിന്നെ കുറച്ച് പണി പുരോഗമിച്ചിരിക്കുന്നത്. കുറച്ച് ഭാഗം ഇവിടെ ടാറിങ് വർക്കുകൾ നമ്മൾ RK ജംഗ്ഷൻ കഴിഞ്ഞേച്ച് നങ്ങിയാർകുളങ്ങര ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ വലതുഭാഗത്തായിട്ട് കുറച്ച് ഭാഗം ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. അതേ ഉള്ളൂ ഈ ഒരു ഭാഗത്തായിട്ടുള്ള പണി. നമ്മൾ RK ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ നേരെ മുമ്പോട്ട് നങ്ങിയാർകുളങ്ങര കവലയും കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുമ്പോഴുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടുത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഇപ്പം നമ്മൾ വലതുഭാഗത്തായിട്ട് കാണുന്ന സ്ഥലത്തൂടിയായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് ഇടത്തെ സൈഡിലായിട്ടുള്ള നിലവിലെ പഴയ റോഡ് അവർ കുത്തിപ്പൊളിച്ചിട്ട് ഇപ്പം ഈ ഒരു ഇടത്തെ സൈഡിൽ ഇപ്പം വാഹനങ്ങൾ കടന്നു പോകുന്ന ഭാഗത്ത് ടാറിങ് വർക്കുകളും ഫിനിഷ് ആയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഇപ്പം കുറച്ചും കൂടെ സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണി 2 സൈഡിലുമായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. പിന്നെ പഴയ പോസ്റ്റുകൾ ഇപ്പോഴും സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ കാഞ്ഞൂർ ക്ഷേത്രം കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്ത് അടുത്ത ജംഗ്ഷൻ NTPC ജംഗ്ഷനാണ്. അപ്പം അവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ആ ഒരു കാഞ്ഞൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് വരെയാണ് ഇപ്പോൾ ഈ 6 വരി വീതിക്കായിട്ടുള്ള പണി അവിടെ വെച്ച് നിർത്തിയിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്ത് പിന്നെ അണ്ടർപാസ് ആയതുകൊണ്ട് തന്നെ 2 സൈഡിലും റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ടതുകൊണ്ട് ഇപ്പം ഇത്രയും ഭാഗത്തായിട്ട് പണി കൊണ്ടുവന്ന് നിർത്തി വെച്ചിരിക്കുകയാണ്. അപ്പം അവിടെ ഇപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണം പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവിടെ ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് നടക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, അത്രയും വീതി കണ്ടിട്ട് എനിക്ക് തോന്നിയതാണ് ഒരു ലൈറ്റ് വെഹിക്കിൾ അണ്ടർപാസിൻ്റെ നിർമ്മാണമാണ്. നമുക്ക് ഡ്രോണിനകത്ത് അത് കിട്ടിയില്ല, ഇപ്പോൾ അതുകൊണ്ട് തന്നെ മൊബൈലിനകത്ത് എടുത്തിട്ടുണ്ട്. ഇതാണ് അണ്ടർപാസ്. ഇപ്പോൾ കാഞ്ഞൂർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്നും പിന്നെ NTPC ജംഗ്ഷൻ്റെയും ഇതിൻ്റെ ഇടയ്ക്കായിട്ടാണ് ഇപ്പം ആ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്നത്. നമ്മളിപ്പോൾ നേരെ ചേപ്പാട് ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ചേപ്പാട് പള്ളിയുടെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ചേപ്പാട് നിർമ്മിക്കുന്ന വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ നേരെ കായംകുളത്തുനിന്ന് വന്ന് നേരെ ഹരിപ്പാട്ടോട്ട് പോകുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇടത് ഭാഗത്തായിട്ടായിരുന്നു ആദ്യമേ ഒരു പൈലിംഗ് വർക്കുകളൊക്കെ തുടങ്ങിയത്. ഇപ്പം ഇടത് ഭാഗത്തായിട്ട് തന്നെ കുറച്ച് തൂണിൻ്റെയൊക്കെ കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നിക്കുന്നത് പൈലിംഗ് വർക്കുകളൊക്കെ ഫിനിഷ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ പൈലിംഗ് ചെയ്യാനുള്ള വാഹനങ്ങളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നില്ല. പിന്നെ രണ്ടാമതായിട്ടായിരുന്നു പിന്നെ വലതു ഭാഗത്തുള്ള തൂണിൻ്റെ കോൺക്രീറ്റും പൈലിംഗ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ഇത്രത്തോളം പണി നമ്മുടെ ചേപ്പാട് ഭാഗത്തായിട്ടുള്ള വയഡക്റ്റിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഫിനിഷായിട്ടുണ്ട്. ഇത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ചേപ്പാട് ഭാഗത്തുള്ള പുതിയ അപ്ഡേറ്റ്. നമ്മളിനി നേരെ വരുന്നത് കായംകുളം കൊച്ചുകുളങ്ങര ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടെ നിന്നാണ് വിശ്വസമുദ്രയുടെ രണ്ടാമത്തെ റീച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മുതൽ കാവനാട് വരെ, കൊച്ചുകുളങ്ങര മുതൽ കാവനാട് വരെയുള്ള നമ്മളിപ്പോൾ ഉള്ള ദൃശ്യങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹരിപ്പാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ്. അതായത് കായംകുളത്ത് നിന്ന് ഹരിപ്പാട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇവിടെ ഇപ്പം ലോഡ് കണക്കിന് തമിഴ്നാട് രജിസ്ട്രേഷൻ വാഹനങ്ങളിൽ മെറ്റിൽ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മളിപ്പം നിലവിലിപ്പം ഇടതുഭാഗത്ത് വാഹനങ്ങളൊക്കെ കടന്നു പോകുന്ന റോഡ് അത് ഇപ്പം 6 വരി പാതയുടെ ഭാഗമായിട്ടുള്ള റോഡാണ്. ഇപ്പം
നിലവിൽ റോഡ് കടന്നു പോയിക്കൊണ്ടിരുന്നത് നമ്മളിപ്പം വാഹനങ്ങളിപ്പം മെറ്റിലൊക്കെ ഇറക്കിക്കൊണ്ടിരുന്ന ഇപ്പം മെറ്റിൽ അടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തൂടെയായിരുന്നു പഴയ റോഡുണ്ടായിരുന്നത്. അതിപ്പം കുത്തിപ്പൊളിച്ചിട്ട് ഇപ്പം മെറ്റിൽ കൊണ്ടുവന്ന് ഇറക്കിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഒരു ഭാഗത്ത് ഇപ്പം മെറ്റിൽ ഇറക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുന്തോറും അവിടെ തെള്ളി നിരപ്പാക്കുന്ന മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള പണിയും ഒരു നിരത്തിക്കൊണ്ടിരിക്കുന്ന പണിയും ആ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഇടതുഭാഗത്തായിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തേക്ക് പണി ഇനി ഒരുപാട് പുരോഗമിക്കാനുണ്ട്. അപ്പോൾ ഇതാണ് കായംകുളം ഭാഗത്തുള്ള പുതിയ അപ്ഡേറ്റ്. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തോട്ടപ്പള്ളി ഭാഗത്തായിട്ട് തന്നെ പാലത്തിൻ്റെ വീഡിയോ എടുക്കാൻ പോയപ്പോൾ അവിടെ ഒരു കണ്ടെയ്നറിനകത്ത് വിശ്വസമുദ്ര കമ്പനി അടിച്ചു വെച്ചിരുന്ന ഫ്ലെക്സാണ് ഈ സംഭവം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം എന്തോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം നിലവിലിപ്പം ആറുവരിപ്പാതയുടെയൊക്കെ പണി നടക്കുന്ന സ്ഥലത്തൊക്കെ ചില സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അപകട സാധ്യതയൊക്കെ ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ അവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു QR കോഡും ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്ക് വിശ്വസമുദ്ര ഫോട്ടോ വഴിയോ അല്ലാതെയോ ഒക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ക്രിയേറ്റ് ചെയ്തൊരു സംഭവമാണ്. സംഭവം എന്തായാലും കൊള്ളാം. നമ്മളിപ്പം എവിടെയെങ്കിലും യാത്ര ചെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും വിശ്വസമുദ്രയുടെ റീച്ച് ഉള്ളത്, അതായത് പറവൂര് മുതൽ കാവനാട് വരെയുള്ള റീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസമുദ്രമായി. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും അപകട സാധ്യതയായിട്ടുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസമുദ്രയെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവരൊരു QR കോഡൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സംഭവം. അപ്പോൾ ID നൽകുകയോ അല്ലാതെയോ തന്നെ നമുക്കിപ്പം ഇതിനകത്ത് നിന്ന് തന്നെ കാര്യങ്ങളൊക്കെ അവരെ അറിയിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ശബ്ദത്തിലൂടെയോ ടൈപ്പ് ചെയ്തൊക്കെ അറിയിക്കാനുള്ളതൊക്കെ ഉണ്ട് ഇതിനകത്ത് തന്നെ. അപ്പോൾ അതെന്തായാലും കലക്കിയിട്ടുണ്ട് സംഭവം. ഇനി വരാൻ പോകുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പുറക്കാട് പുത്തനട ഭാഗത്തായിട്ട് തന്നെ വീഡിയോ എടുക്കാൻ ചെന്നപ്പം അവിടെ ഒരു 4 കുഞ്ഞു വ്ളോഗർമാരെ കണ്ട്. അവർ വന്നേച്ച് പറഞ്ഞ് ഞങ്ങളെയും കൂടെ ഒന്ന് യൂട്യൂബിൽ കാണിക്കണം, ഞങ്ങളുടെ ചാനലിൻ്റെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പറയണമെന്നൊക്കെ പറഞ്ഞേച്ച് അവരെ കൊണ്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്ക്. നിങ്ങൾ ഒക്കുവാണെങ്കിൽ അവരുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഞാനാണെങ്കിൽ അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. കൊച്ചു പിള്ളേരാ. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഒരു മാമനെ കണ്ടു. പക്ഷേ ഈ വീഡിയോ എടുക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിന്റെ പേര് ബോക്കോളോസ് എന്നാണ്. ബോക്കോളോസ് എന്ന ചാനലിൽ അടിക്കുവാണെങ്കിൽ കിട്ടുന്നതായിരിക്കും. അപ്പൊ പുത്തനട ഭാഗത്താണ് ഞങ്ങളുടെ വീട്. പുറക്കാട് പുത്തനട ഭാഗത്താണ് നമ്മുടെ വീട്. നിങ്ങൾ എത്രല്ല പഠിക്കുന്നത്? ഞങ്ങൾ 7ാം ക്ലാസ്സിലാണ്. ആ മോന് 6ല്, ബാക്കി 3 പേര് 7ല്. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? മറിയമ്മക്കോ? സ്കൂളിൻ്റെ പേരെന്തോ? മറിയാമോനോ? ആ ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം. ഓക്കെ, അപ്പോൾ ഒരു